വീഡിയോയിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജ്വല്ലറീസ് എങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി സെല് ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ് ആണ് പറഞ്ഞുതരാൻ വേണ്ടി. ആദ്യം നമ്മൾ ഒരു ബ്രാൻഡ് നെയിമും ഒരു ബ്രാൻഡ് ലോഗോയും നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ക്യാച്ചപ്പ് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ബ്രാൻഡ് നെയിംസ് ഒക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ നമ്മുടെ ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു ലോഗോ ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ ഏത് ടൈപ്പ് ജ്വല്ലറി ആണ് സെല് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറി കൂടെ നമ്മൾ സെലക്ട് ചെയ്യാം. ചിലത് ഹാൻഡ് മെയ്ഡ് ആയിരിക്കും, ചിലത് ആർട്ടിഫിഷ്യൽ ആയിരിക്കും, ചിലത് ടെറാക്കോട്ട ആയിരിക്കും. അപ്പൊ നമ്മൾ ഏതാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കാറ്റഗറി കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഒക്കെ നമുക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണ്ടി. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോം, സെല്ലിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, അതൊക്കെ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. GST ഒക്കെ ഉണ്ടെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആയ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ വഴി നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് നല്ലൊരു ഓഡിയൻസിനെ, അതായത് നമുക്ക് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ല നല്ല ഫോട്ടോസ് ഒക്കെ വേണ്ടേ. അപ്പം അടുത്ത നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഫോട്ടോയും വീഡിയോ എടുക്കുക ഒരു പ്രൊഡക്റ്റിന്റെ. അപ്പോൾ നമുക്ക് നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള നല്ലൊരു ഫോണിൽ നമ്മൾ നല്ല വ്യക്തമായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുക, വൃത്തിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയാസിലും മറ്റ് വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സിനെ ക്യാച്ചപ്പ് ചെയ്യുന്ന രീതിയിലുള്ള, അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കണ്ടന്റ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ്. അപ്പോൾ നിങ്ങൾ വീഡിയോയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും ഒരു ഫോട്ടോയും വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യാൻ പോരാ, അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ, ഒരു കസ്റ്റമേഴ്സിനെ ക്യാച്ചപ്പ് ചെയ്യുന്ന രീതിയിൽ, ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് സെല്ലിംഗ് കൂട്ടാനുള്ള വേറൊരു പ്ലാൻ എന്ന് പറഞ്ഞേക്കുന്നത്, നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഫൈലുമായിട്ട് ലിങ്ക് ഒക്കെ ചെയ്ത് കൊളാബറേഷൻസ് ഒക്കെ നടത്തി നമുക്ക് അങ്ങനെ വഴി നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രോഡക്ട്സ് എത്തിക്കാനായിട്ട്. വേറെ പോയിന്റ് എന്ന് പറഞ്ഞേക്കുന്ന പ്രൈസിംഗ് ആണ്. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സിന് നമ്മൾ എത്രമാത്രം പ്രൈസ് ഇടുന്നു എന്നുള്ളത് അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഷിപ്പിംഗ്, പാക്കേജിംഗ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഷിപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഷിപ്മെന്റ് ആണ്, DTDC ആണോ, കൊറിയർ ആണോ, അതോ ഇന്ത്യൻ പോസ്റ്റ് ആണോ, അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പാക്കേജിംഗ്, നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ജ്വല്ലറി സേഫ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള പാക്കേജിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനും, കമന്റ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ബൈ.